ഈ വേനൽ തുടങ്ങിയപ്പം എന്തൊരു ചൂടാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും പറയുന്നൊരു കാര്യമല്ലേ ഇത്. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. വളരെ ഹെൽത്തിയായ ഒരു ഡ്രിങ്ക്, റാഗി ആപ്പിൾ ഷേക്ക്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും കുക്കുത്ത് സൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഹെൽത്തിയായ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 2 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത റാഗിപ്പൊടിയാണ്. 2 ആപ്പിള്, 2 കപ്പ് പാല് തണുപ്പിച്ച് വെച്ചിരിക്കുന്നത്. മധുരത്തിന് ഞാൻ പഞ്ചസാരയും തേനും കൂടെയാണ് ചേർക്കുന്നത്. ഇനിയിപ്പം പഞ്ചസാര വേണ്ടെങ്കിൽ തേൻ മാത്രം ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര മാത്രം ചേർക്കാം. ഞാനൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 3 ടേബിൾ സ്പൂൺ തേനും എടുത്തിട്ടുണ്ട്. കുറച്ച് ബദാം, കാഷ്യൂനട്ട്, അതിനൊന്നും അളവില്ല, നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇടുക എന്നേ ഉള്ളൂ. 2 ടീസ്പൂൺ കസ്കസ് കുതിർത്ത് വെച്ചിരിക്കുന്നത്, കുറച്ച് വെള്ളം. ആദ്യം ഈ റാഗി ഒന്ന് കുറുക്കിയെടുക്കണം. അതൊരു പാനിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. അപ്പം ഇതൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ആകെ ചേർക്കേണ്ടത്. ഇത് ചെറുതീയിലിട്ട് തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം, കാരണം റാഗി ഒന്ന് വെന്ത് കിട്ടണം. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇപ്പം ഇത് കണ്ട് ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇത് ഇച്ചിരി കൂടെ കുറുകി വരണം. റാഗി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ആപ്പിൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് പൊടിയായിട്ട് അരിഞ്ഞിടാനായതുകൊണ്ടാണ് ഇതുപോലെ അരിയാതിരുന്നത്. അത് മാറ്റി വെച്ചേക്കുന്നത്. റാഗി കുറുക്കിയത് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അടിച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അതിലേക്ക് ആപ്പിൾ ചേർക്കാം. പാല് ചേർക്കാം. കുറച്ച് കാഷ്യൂനട്ട് ചേർക്കാം. തേൻ ചേർക്കാം. ഇപ്പം ഇതിൻ്റെ പകുതി പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ മധുരം നോക്കിയിട്ട് ബാക്കി ചേർക്കുന്നുള്ളൂ. ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് കുറച്ച് പാലും കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാം. ഞാൻ ആ പാല് മുഴുവൻ ചേർത്തിട്ടുണ്ട്. മധുരം അല്പം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുവാണ്. ഒന്നുകൂടെ അടിച്ചുകൊണ്ട് വരാം. പാലും റാഗി ആപ്പിളും എല്ലാം കൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആപ്പിൾ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ചേർക്കാം. അതുപോലെ ബദാം കുറച്ച് ചേർക്കാം, സ്ലൈസായിട്ട് അരിഞ്ഞത്. കുറച്ച് കസ്കസ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് കണ്ടോ, എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ഷേക്ക് ഉണ്ടാക്കിയെടുത്തത്. നമുക്കിനി ഇത് ഗ്ലാസ്സിൽ ഒഴിച്ചൊന്ന് കുടിച്ചാൽ മാത്രം മതി. നമുക്ക് അതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് മുറിച്ച ആപ്പിള്, ചെറുതായിട്ട് മുറിച്ച നട്ട്സ്, അല്പം ബദാം, അല്പം കസ്കസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഷേക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.